ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊതുവിജ്ഞാനങ്ങളെ പറ്റിയാണ്. നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങൾ പഠിക്കാൻ പോവാന്നൊന്നും ചിന്തിക്കേണ്ട. കാര്യം നിങ്ങൾ പഠിക്കാൻ പോവാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിങ്ങനെ കേട്ടിരിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ആൻസർ ബോംബെ സമാചാർ. 2. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം? ആൻസർ ഗോവ. 3. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ശ്രീനാരായണ ഗുരു. 4. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 5. വന്ദേമാതരത്തിൻ്റെ രചയിതാവ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഉത്തരമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 6. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ഉത്തരം അരുന്ധതി റോയ്. 7. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം കാവേരി. 8. കേരളത്തിൻ്റെ തനതായ നൃത്തം? ഉത്തരം മോഹിനിയാട്ടം. 9. മലബാർ മാനുവൽ രചിച്ചത് ആര്? ഉത്തരം വില്യം ലോഗൻ. 10. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം? ഉത്തരം മഗധ. 11. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ചൈന. 12. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. 13. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏത്? ഉത്തരം USA. 14. ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം? ഉത്തരം ഇംഗ്ലണ്ട്. 15. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. 16. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. 17. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഏത്? ഉത്തരം ഇസ്രായേൽ. 18. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം? ഉത്തരം ഇന്ത്യ. 19. ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? JK റൗളിംഗ്. ഉത്തരമാണ് JK റൗളിംഗ്. 20. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 21. ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരമാണ് മലബാറിൻ്റെ പൂന്തോട്ടം. 22. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ഉത്തരം രാജാ രവിവർമ്മ. 23. ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ഈ പുസ്തകം ഏതു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്? ഉത്തരം എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ്. 24. സെൻറ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? ഉത്തരം മാർഗം കളി. 25. ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആര്? ഉത്തരം സ്കോട്ട് സാൽമാൻ. 26. യവനരുടെ വാത്മീകി എന്നറിയപ്പെടുന്ന അന്ധകവി ആര്? ഉത്തരം ഹോമർ. 27. ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ത്രിപീഠിക. ഉത്തരമാണ് ത്രിപീഠിക. 28. സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ഉത്തരം ഗുരുഗ്രന്ഥ സാഹിബ്. 29. ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബൽ സമാധാന സമ്മാന ജേതാവാണ്. ആരാണ് ഈ വ്യക്തി? ഉത്തരമാണ് ആങ് സാൻ സുചി. 30. ആരുടെ 200-ാം ജന്മവാർഷിക ദിനത്തിലാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഉത്തരം ലൂയിസ് ബ്രെയ്ലി. 31. ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം കുങ്കുമപ്പൂവ്. 32. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ക്രെസ്കോഗ്രാഫ്. ഉത്തരമാണ് ക്രെസ്കോഗ്രാഫ്. 33. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം JC ബോസ്. 35. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഉത്തരം മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഉത്തരം മഗ്നീഷ്യം. 36. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ. 37. യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇറ്റലി. 38. യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. 39. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം ഏതാണ്? UN ചാർട്ടർ. ഉത്തരമാണ് UN ചാർട്ടർ. 40.
ഇന്ത്യയ്ക്കു വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ്? ഉത്തരം ആർ രാമസ്വാമി മുതലിയാർ.